മോനെ എന്തിനാ വന്നേ? അറിയാമോ VS-നെ? അമ്മ കാണാൻ പറ്റും? കാണണമെന്ന് വലിയ ആഗ്രഹത്തോടെയാണ് നിൽക്കുന്നത്. കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും ചെറിയ കുട്ടി, കാരണം VS ഒക്കെ സജീവ രാഷ്ട്രീയം വിട്ടതിന് ശേഷം ജനിച്ച ആളുകളായിരിക്കും. പക്ഷേ ആ കുട്ടി പോലും VS-നെ കാണാൻ, ആ VS എന്ന് പറയുന്ന രണ്ടക്ഷരത്തെ ചേർത്ത് വെച്ച് ആ VS-നെ കാണാൻ വേണ്ടി ഇപ്പോഴും രാത്രി വൈകി ഈ വീട്ടിന് മുന്നിൽ നിൽക്കുകയാണ്. അതൊരു വൈകാരികമെന്ന് പറയാനും കഴിയില്ല. അതിനപ്പുറം തൊട്ടപ്പുറം ഒരുപക്ഷെ കോളേജ് ജംഗ്ഷന്റെ തൊട്ടപ്പുറമെല്ലാം ആ മുദ്രാവാക്യം വിളികൾ വളരെ ഉച്ചത്തിൽ തന്നെ കേൾക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ കാരണം വീട്ടിന് മുന്നിലാണ്, അതുകൊണ്ട് തന്നെ വീട്ടിന് മുന്നിൽ നിന്ന് കുറച്ചുപേർ വളരെ പാർട്ടി പ്രവർത്തകർ പറയുന്നതിനനുസരിച്ച് വിഷമത്തോടെയാണെങ്കിലും ഈ മുദ്രാവാക്യം വിളിക്കുന്നവർ കുറച്ച് മുന്നിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു രാത്രി വൈകി ഇപ്പോഴും ഈ VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി വേലിക്കകത്ത് വീട്ടിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം സജീവ രാഷ്ട്രീയം, ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2020 അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതം. ഈ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ദിനചര്യ പരിശോധിച്ചവർ, ദിനചര്യ മനസ്സിലാക്കിയവർ പറയുന്നത് രാവിലെ തന്നെ അദ്ദേഹം ഈ പത്രം വായിച്ച് കേൾപ്പിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കാറുണ്ട്, TV കണ്ട് കേട്ടിരിക്കാറുണ്ട്. ഈ രീതിയിൽ വിശ്രമ ജീവിത കാലഘട്ടത്തിൽ പോലും സജീവമായ രാഷ്ട്രീയ കാഴ്ചകൾ, രാഷ്ട്രീയ കേൾവികൾ അത് കൃത്യമായി കേട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും അകത്ത് കയറി പുറത്തേക്ക്